രണ്ട് മെത്തേഡും യൂസ് ചെയ്യുന്നത് അറേ ഐറ്ററേഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഫോർ ഈച്ച് എടുക്കാം. ഫോർ ഈച്ചിന്റെ സിന്റാക്സ് അറേ നെയിം ഡോട്ട് ഫോർ ഈച്ച്. പിന്നെ ഇതിന്റെ ആർഗ്യുമെന്റ് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണല്ലേ, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫംഗ്ഷന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് അറേ എലമെന്റ് ആണ്. ഇനി നമുക്ക് ഈ അറേ എലമെന്റിന്റെ മേലെ ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. അതായത് ഞാൻ ഈ നമ്പറിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഓരോ എലമെന്റിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ലോഗ് ചെയ്യാം. ഇനി നമുക്ക് ഈ ട്രാൻസ്ഫർമേഷൻ ഒന്ന് റിട്ടേൺ ചെയ്താലോ, അതായത് ഈ നമ്പറിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് റിട്ടേൺ ചെയ്യുന്നു. ഞാൻ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേരിയബിളിലേക്ക് ഈ റിസൾട്ട് ഒന്ന് അസൈൻ ചെയ്യുവാണ്. ഫോർ ഈച്ച് യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിലും അൺഡിഫൈൻഡ് ആണ് റിസൾട്ട് വരുന്നത്. സെയിം തന്നെ ഞാൻ മാപ്പ് വെച്ചിട്ടൊന്ന് റീപ്ലേസ് ചെയ്യുവാണ്. ഇനി റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പുതിയ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഫോർ ഈച്ച് ഇതുപോലെ സൈഡ് എഫക്ട്സ്, അതായത് ലോഗ് ചെയ്യാനോ എക്സ്റ്റേണൽ വേരിയബിൾസിനെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മാപ്പിന്റെ കേസിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റി ഈ അറേയുടെ മേലെ അപ്ലൈ ചെയ്ത് ആ പുതിയ അറേ ഇത് റിട്ടേൺ ചെയ്യും.